ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യനും അവൻ്റെ ഇമോഷൻസിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഹ്യൂമനിസം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് റവല്യൂഷൻ്റെ തരംഗത്തിൽ ഹ്യൂമൻസിൻ്റെ ഇമോഷൻസിന് പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്നും സ്പേഷ്യൽ സയൻസ് ദാറ്റ് മീൻ പോസിറ്റിവിസം പോലുള്ള ശാസ്ത്രങ്ങൾ ഒരു മെക്കാനിസ്റ്റിക് ആയിട്ടുള്ള മോഡൽസ് ആണ് കൊണ്ടുവന്നത് എന്നുമുള്ള ആ നിലപാടുകളോട് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ തുടങ്ങിയതായ ജോഗ്രഫേഴ്സാണ് ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിലവിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റിവിസം അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റവല്യൂഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽ ആയിട്ടുള്ള കുറേ ഡാറ്റാസിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സലായിട്ടുള്ള മോഡൽസിൻ്റെയും മെത്തേഡ്സിൻ്റെയും ഒക്കെ ഒരു ബേസായിട്ട് ജോഗ്രഫി മാറിയിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെതിരെ പുതിയ ആശയങ്ങൾ, അതായത് ഇത്തരത്തിൽ ന്യൂമറിക്കലി മാത്രമല്ല മനുഷ്യന്മാരെ അനലൈസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെയാണ് ക്രിട്ടിക്കൽ റവല്യൂഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെയും അവൻ്റെ ഇമോഷൻസിനെയും പെർസെപ്ഷൻസിനെയും ഇൻറ്റൻഷൻസിനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള അനലൈസ് ചെയ്തുകൊണ്ടുള്ള പലതരത്തിലുള്ള സ്റ്റഡീസും ഈ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് പ്രിൻസിപ്പലി ഡിറൈവ്ഡ് ഫ്രം ബിഹേവിയറൽ അപ്രോച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ക്വാണ്ടിറ്റേറ്റീവ് റവല്യൂഷനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ബിഹേവിയറലിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ചിൽ നിന്നും രൂപീകൃതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ആന്ത്രപ്പോസെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇപ്പം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിനൊരു സൊല്യൂഷൻ പറയുന്ന സമയത്ത് കുറച്ചുകൂടെ ഹ്യൂമൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ അതിന് ആ ഒരു നിലപാടെടുക്കുന്നതിനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഹ്യൂമനിസം എന്തുകൊണ്ട് വേണമെങ്കിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് 1951 കിർക്കാണ് തുടങ്ങി വെക്കുന്നത്. ഇത്തരം ആശയങ്ങളുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1951 തന്നെ കിർക്കാണ് തുടങ്ങി വെക്കുന്നത്. പക്ഷേ 1976 തുവാനാണ് ഈ അപ്രോച്ചിനെ വീണ്ടും കുറച്ചുകൂടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്യുന്നതും ഈഫു തുവാൻ തന്നെയാണ്. അപ്പോൾ 1976 ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ടേമും ഈഫു തുവാൻ കോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം കിർക്ക് ഈ ഒരു ചിന്താധാരയെ തുടക്കം കുറിച്ചുവെങ്കിലും പിന്നീട് ഇതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു സ്ട്രക്ചറലായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുകയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തത് ഈഫു തുവാനാണ്. ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തതും ഈഫു തുവാൻ തന്നെയാണ്. സോ ദ ലൈഫ് ഓഫ് ഹ്യൂമൻ കൈൻഡ് ഹാസ് എ പ്രൊഫൈൽ. ഇറ്റ് മേ ബി എ പ്രൊഫൈൽ ഫോർ ആൻ ഇൻഡിവിജ്വൽ, ഫാമിലി, കമ്മ്യൂണിറ്റി ഓർ നേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും ഒരു പ്രൊഫൈലുണ്ട്, ലൈഫിനൊരു പ്രൊഫൈലുണ്ട് എന്ന് ഹ്യൂമനിസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ലൈഫ് events require anthropocentric explanation where individual behavior on a particular event needs to be geographically explained എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് ഇവൻസിനെ നമ്മളൊരു ആന്ത്രപ്പോസെൻട്രിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിഹേവിയറിൽ പർട്ടിക്കുലർ ഇവൻസിനെ നമ്മൾ ജോഗ്രഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുമുള്ള അഭിപ്രായങ്ങളൊക്കെ ഈഫു തുവാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോസിറ്റിവിസ്റ്റ് തിങ്കിങ്ങിനെയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റവല്യൂഷൻ്റെ സമയത്തുണ്ടായ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു ഡൊമിനൻസിനെയും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ ഹ്യൂമനിസം എങ്ങനെയൊക്കെയാണ് കോൺട്രാഡിക്റ്റ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് മാൻ ആസ് എ എക്കണോമിക് ആൻഡ് റാഷണൽ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമുക്കറിയാം മാൻ എക്കണോമിക് ആണ് എന്ന് പറയുമ്പം അവൻ്റെ മൈൻഡിൽ എപ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമാണ് ലക്ഷ്യം എന്ന് ഈ സ്പേഷ്യൽ സയൻസ് ദാറ്റ് മീൻ പോസിറ്റിവിസം പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല. എല്ലാ സമയത്തും മനുഷ്യൻ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷനെ മാത്രം ലക്ഷ്യം വെക്കുന്നതായ ഒരു ജീവിയല്ല. ദെൻ റാഷണൽ എന്ന് പറയുന്ന സമയത്ത് അവൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും ലോജിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും, ഒരു ഫാക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫാർമർ ഒരു ക്രോപ്പ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലാൻഡിൻ്റെ
ലാൻഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട്, അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്, മാർക്കറ്റ് പ്രൈസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം റാഷണലായിട്ടായിരിക്കും ഹ്യൂമൻസിൻ്റെ ഡിസിഷൻ എടുക്കുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയും പോസിറ്റിവിസം തള്ളിക്കളയുന്നുണ്ട്. കാരണം മനുഷ്യൻ എല്ലാ സമയത്തും ഒരു എക്കണോമിക് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു മനുഷ്യനല്ല. എല്ലാ സമയത്തും ലോജിക്കലി ആൻഡ് ഫാക്ച്വലി മാത്രം ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ആളുകളല്ല. ചില സാഹചര്യങ്ങളിൽ ഒരു സ്നേഹത്തിൻ്റെയോ ഇമോഷൻസിൻ്റെയോ വാല്യൂസിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളും മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ഹ്യൂമനിസം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇതിനടുത്തത് ജോഗ്രഫി ആസ് എ ജോമെട്രിക്കൽ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻ ജോമെട്രിക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് ഇവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് പ്രധാനമായിട്ടും മനുഷ്യന്മാർ ബിഹേവ് ചെയ്യുന്നത് സ്പേഷ്യൽ ഫാക്ടേഴ്സിനെ അടിസ്ഥാനത്തിലായിട്ടായിരിക്കും. അവിടെ ഇമോഷൻസിനും കൾച്ചറിനും പെർസെപ്ഷൻസിനും ഒന്നും പ്രാധാന്യമില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ജോഗ്രഫി ആസ് എ ജോമെട്രിക്കൽ എന്ന് പറയുന്നത്. അപ്പം ജോമെട്രിക്കൽ എന്ന് പറയുമ്പം ഒരു ജോമെട്രിക്കൽ ഡിറ്റർമിനിസത്തിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ജോമെട്രിക് ഡിറ്റർമിനിസം എന്ന് പറയുമ്പം ഒരു സ്പേഷ്യൽ പാറ്റേണിനാണ് അല്ലെങ്കിൽ സ്പേഷ്യൽ ഫാക്ടേഴ്സാണ് അവിടെ ബാക്കി എല്ലാത്തിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പേഷ്യൽ പാറ്റേൺസ്, സ്പേഷ്യൽ ഫാക്ടേഴ്സ് അല്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളെ രൂപപ്പെടുത്തുന്നത്. അത് അവൻ്റെ ഇമോഷൻസും കൾച്ചറും പെർസെപ്ഷൻസും ഒക്കെയാണ് എന്നാണ് ഹ്യൂമനിസം പറയുന്നത്. ദെൻ ഐസോട്രോഫിക് സർഫേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ പോസിറ്റിവിസ്റ്റ് തിയറികൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റെവല്യൂഷൻ്റെ സമയത്ത് വന്ന തിയറികൾക്കൊക്കെ ഒരു ചെറിയ സിമിലാരിറ്റി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റെവല്യൂഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സിമിലാരിറ്റിയിൽ ഒന്നാണ് ഐസോട്രോഫിക് സർഫേസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള എർത്ത് സർഫേസിനെയാണ് ഇവർ ഐസോട്രോഫിക് സർഫേസ് എന്തുകൊണ്ട് അർത്ഥമാക്കിയത്. അപ്പോൾ അത് ഹ്യൂമനിസ്റ്റ് ജോഗ്രഫിയിൽ ആ ഒരു കോൺസെപ്റ്റ് വിശ്വസിച്ചിരുന്നില്ല. ഐസോട്രോഫിക് അല്ല അല്ലെങ്കിൽ ഹോമോജീനിയസ് അല്ല എർത്ത് സർഫേസ് എന്ന് പറയുന്നത്, അത് ഹെട്രോജീനിയസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉൾക്കൊണ്ടതാണ് എന്ന് പറയുന്നു. ദെൻ മാൻ ആസ് എ മിയർ പോയിന്റ് ഓൺ ദ എർത്ത് സർഫേസ്. മാൻ ആസ് എ മിയർ പോയിന്റ് എന്ന് പറയുമ്പം അത് ഒരു നത്തിങ് സ്പെഷ്യൽ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. മനുഷ്യൻ എർത്ത് സർഫേസിൽ അങ്ങനെ പ്രത്യേക പരിഗണന ആഗ്രഹിക്കുന്ന, പ്രത്യേക പരിഗണന കിട്ടേണ്ട ഒരു ജീവിയൊന്നുമല്ല എന്നും ഈ പോസിറ്റിവിസം പറയുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഹ്യൂമനിസം ഒപ്പോസ് ചെയ്യുന്നത്. പോസിറ്റിവിസ്റ്റുകളെ സംബന്ധിച്ച് പീപ്പിൾ ആസ് ഡോട്ട്സ് ഓൺ മാപ്പ്, ഡാറ്റ ഓൺ ഗ്രാഫ് ആൻഡ് നമ്പേഴ്സ് ഇൻ ആൻ ഇക്വേഷൻ എന്നുള്ളതാണ്. അപ്പം കംപ്ലീറ്റ്ലി ന്യൂമറിക്കലി ആണ് അവരെന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ ബീയിങ്സിനെ, അവരുടെ സൊസൈറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിനപ്പുറമുള്ള യാതൊരു വിധത്തിലുള്ള പരിഗണനയും മനുഷ്യവർഗം കിട്ടേണ്ടതില്ല അവർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് പോസിറ്റിവിസത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെയും ഹ്യൂമനിസം കോൺട്രാഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹ്യൂമനിസം കോൺട്രാഡിക്റ്റ് ചെയ്ത പോസിറ്റിവിസത്തിൻ്റെ 4 പ്രധാനപ്പെട്ട ആശയങ്ങളാണ്: മനുഷ്യൻ ഒരു സാമ്പത്തിക ജീവിയാണ്, അവൻ ലോജിക്കലി മാത്രമാണ് എപ്പോഴും തീരുമാനമെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം. 2, people act mainly according to spatial factors, not emotions, cultures or perceptions. ഇതിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രാധാന്യമില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ദെൻ ഹോമോജീനിയസ് ആയിട്ടുള്ള എർത്ത് സർഫേസ് ആണ് ഒരു ഭാഗത്ത്, അവിടെ പ്രൈസും ഡിമാൻഡും എല്ലാം സിമിലർ ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. മാൻ ആസ് എ മിയർ പോയിന്റ് ഓൺ ദ സർഫേസ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ വളരെ സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക പരിഗണന കിട്ടേണ്ട ഒരു ജീവിവർഗമൊന്നും അല്ല എന്നും, മനുഷ്യനെ അവർ ഒരു മാപ്പിനകത്തെ ഡോട്ടായിട്ടോ അല്ലെങ്കിൽ ഗ്രാഫിനകത്തെ ഡാറ്റയായിട്ടോ അല്ലെങ്കിൽ ഇക്വേഷനകത്തെ നമ്പറായിട്ടോ ഒക്കെ മാത്രമാണ് പോസിറ്റിവിസ്റ്റുകൾ കണ്ടിരുന്നത് എന്നുള്ളതും ഹ്യൂമനിസം കോൺട്രാഡിക്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ ഹ്യൂമനിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് 1960കളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കിർക്കാണ് ഈ ഒരു അപ്രോച്ച് ആദ്യം അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 1976 ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്ന ഈഫു തുവാൻ്റെ പുസ്തകത്തിൽ ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തതും ഈഫു തുവാനാണ്. പിന്നീട് അങ്ങോട്ട്
ജോഗ്രഫിക്കകത്തുണ്ടായിരുന്ന മെക്കാനിസ്റ്റിക് ആയിട്ടുള്ള മോഡൽസിനകത്തുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ കാരണം പുതിയ തരത്തിലുള്ള മനുഷ്യനെ പരിഗണിക്കുന്ന അവൻ്റെ പെർസെപ്ഷനെയും ഇൻറ്റൻഷനെയും ഒക്കെ തന്നെ അംഗീകരിക്കുന്നതായിട്ടുള്ള പല ശാസ്ത്ര ചിന്തകളും ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി ഹ്യൂമനിസത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറീസ്. ഓക്കെ, അപ്പോൾ ഹ്യൂമനിസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ബേസ് ചെയ്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട 4 മേജർ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കോൺസെപ്റ്റാണ് ഹ്യൂമൻ ഏജൻസി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഓക്കെ, ഹ്യൂമൻ ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്, ഒരു പീപ്പിളിന് ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഒപ്പം എടുക്കാൻ പറ്റുന്ന ആക്ഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് ഹ്യൂമൻ ഏജൻസി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് പീപ്പിൾ ഹാവ് ദ പവർ ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് ടേക്ക് ആക്ഷൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഹ്യൂമൻ ഏജൻസി. ദെൻ ഹ്യൂമൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സമയത്ത് ഹ്യൂമൻസ് ആർ ഗവേൺഡ് ബൈ ദ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ഓർ ഇൻ്റലക്ച്വൽ എൻവയോൺമെൻറ്റ് വിച്ച് ഹാസ് കോൺഷ്യസ്നെസ്. ഹ്യൂമൻ മേക്ക് യൂസ് ഓഫ് പെർസെപ്ഷൻസ് ആൻഡ് മെൻ്റൽ മാപ്സ്. ഇറ്റ് ഈസ് ക്ലോസ് ടു ബിഹേവിയറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഹ്യൂമൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഒരു സിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ആ സിറ്റി ഒരു ബിൽഡിങ്ങോ റോഡോ ഒന്നുമല്ല. ഓക്കെ, അത് ഒരു പേഴ്സണെ സംബന്ധിച്ച് അത് ചിലപ്പം ഹോം ആയിരിക്കാം, മെമ്മറി ആയിരിക്കാം, ഐഡൻറ്റിറ്റി ആയിരിക്കാം. സോ ഓരോ വ്യക്തിക്കും അവർ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ചിലപ്പം സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഹോമിനോടുള്ളൊരു ഫീലിങ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ മെമ്മറീസ് ആയിരിക്കാം. അങ്ങനെ ഓരോ വ്യക്തിയും അവർ താമസിക്കുന്നതായ സ്ഥലത്തെ അല്ലെങ്കിൽ അവരിടപഴകുന്നതായ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായൊരു പെർസെപ്ഷൻസ് മൈൻഡിൽ അതുമായി റിലേറ്റ് ചെയ്തൊരു മെൻ്റൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഹ്യൂമൻ കോൺഷ്യസ്നെസ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ബിഹേവിയറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് വളരെയധികം കൊറിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്. അപ്പോൾ ഹ്യൂമൻ ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഡിസിഷൻസ് എടുക്കാനുള്ള, അതിൻ്റെ മുകളിൽ ആക്ഷൻസ് നടത്താനുള്ള പവർ ഉണ്ട്. ദാറ്റ് മീൻ ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഏജൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഹ്യൂമൻ ഏജൻസി. അത് പോസിബിലിസവുമായിട്ട് കൊറിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഹ്യൂമൻ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പം ഓരോ വ്യക്തിയും താമസിക്കുന്ന അവൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് കൃത്യമായ പെർസെപ്ഷൻസും മെൻ്റൽ മാപ്പും മനുഷ്യന്മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്. ഓക്കെ, ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം എൻ്റെ മൈൻഡിൽ കുറേ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ ഇൻ്റർപ്രിറ്റേഷൻസ് അല്ലെ, മെൻ്റൽ മാപ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ അമൽഗമേഷൻ ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് ഇൻഫർമേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലേസസ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു പ്ലേസിന് നമ്മൾ എങ്ങനെയാണ് അവിടുത്തെ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, അതിനെ നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ തെളിയുന്നതിനെയാണ് മെൻ്റൽ മാപ്പ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിലും പെർസെപ്ഷൻസിനും മെൻ്റൽ മാപ്പിനും വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. അടുത്തത് മൂന്നാമതായിട്ട് ഹ്യൂമൻ അവെയർനെസ് ആണ്. ഇപ്പോൾ ഹ്യൂമൻ അവെയർനെസ് എന്ന് പറയുമ്പം മനുഷ്യന് അവൻ്റെ പ്രകൃതിയെക്കുറിച്ച് കൃത്യമായ തിരിച്ചറിവുണ്ട് എന്നുള്ളതാണ്. മാൻ ഹാസ് എ ജോഗ്രഫിക്കൽ നോളേജ് ആൻഡ് ഫ്രം ദ ഡേ ഓഫ് ഹിസ് എക്സിസ്റ്റൻസ് his awareness related to the environment is increasing. He knows the limitations and possibilities and that is how he act എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ക്ലോസ് ടു എക്സിസ്റ്റൻഷ്യലിസം. അപ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റ് പോസിബിലിസവുമായിട്ട് കൊറിലേറ്റഡ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ബിഹേവിയറലിസവുമായിട്ട് കൊറിലേറ്റഡ് ആണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എക്സിസ്റ്റൻഷ്യലിസവുമായിട്ട് കൊറിലേറ്റഡ് ആണ്. ദാറ്റ് മീൻ ഓരോ മനുഷ്യനും അവൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചും കൃത്യമായ അവെയർനെസ് ഉണ്ട് എന്നുള്ളതും, ആ അവെയർനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പ്രകൃതിയുമായിട്ട് ഇടപഴകുമ്പോഴുള്ള ലിമിറ്റേഷൻസും അതിൻ്റെ പോസിബിലിറ്റീസും അതിൻ്റെ കൃത്യമായിട്ടുള്ള കോസ് ആൻഡ് എഫക്റ്റിനെ കുറിച്ചും മനുഷ്യന്മാർക്ക് ധാരണയുണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഹ്യൂമൻ അവെയർനെസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയാണ്. ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പം humans have the special ability to create their own tools and the physical environment behaves neutral. Due to his
ക്രിയേറ്റിവിറ്റി മാൻ ക്യാൻ മോഡിഫൈ ദ എൻവയോൺമെൻറ്റ് ഫോർ ഹിസ് ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. അപ്പം മനുഷ്യന് അവൻ്റെ ചുറ്റുപാടിനെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഇടപെടലുകളിലൂടെ തനിക്ക് അനുയോജ്യമാക്കി മാറ്റാനുള്ളതായ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നും ആ ക്രിയേറ്റിവിറ്റി ഒരു നേച്ചറിനെ മോഡിഫൈ ചെയ്യുന്നതിനും അവന് ബെനിഫിഷ്യൽ ആകുന്നതിനും ഉപകാരപ്പെടും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഹ്യൂമനിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ആദ്യം കിർക്കാണ് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നീട് ടേം ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്നൊരു ടേം കോയിൻ ചെയ്യുന്നത് ഈഫു തുവാനാണ്. ഒരു ആന്ത്രപ്പോസെൻട്രിക് ആയിട്ടുള്ള ഇപ്പം കോംപ്ലക്സ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പം അതിനെ ഹ്യൂമൻസിൻ്റെ ഭാഗത്തു നിന്നും സോൾവ് ചെയ്യുന്നതായ ഒരു ആന്ത്രപ്പോസെൻട്രിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇത് മറ്റ് ബിഹേവിയറിസം പോലെയൊക്കെയുള്ള ചിന്താധാരകൾ പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റെവല്യൂഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ടും പോസിറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയാസിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടും ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായ ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് പോസിറ്റിവിസത്തിനെ ഏതൊക്കെ ആംഗിളിലാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട 4 കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നത്. ഹ്യൂമൻ ഏജൻസി, ഹ്യൂമൻ കോൺഷ്യസ്നെസ്, ഹ്യൂമൻ അവയർനെസ്, ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഈ 4 കാര്യങ്ങളും എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്തായിട്ട് ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫിക്കകത്തെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പം ലേ ആൻഡ് സാമുവൽസിൻ്റെ അടിസ്ഥാനത്തിൽ 3 പ്രധാനപ്പെട്ട ഐഡിയാസ് ഓർ പ്രിൻസിപ്പിൾസ് ആണ് ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫിക്ക് ഉള്ളത്. ഒന്ന് ആന്ത്രപ്പോസെൻട്രിസം. കാരണം ഹ്യൂമൻ ജോഗ്രഫി ഹ്യൂമൻസിനെയാണ് സെൻറ്റർ ഓഫ് ദ സ്റ്റഡി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് ദ സ്റ്റഡി ആയിട്ട് ഹ്യൂമൻസ് വരുന്ന സമയത്ത് ഒരു ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിലായിരിക്കും എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഹ്യൂമൻസ് ആണ് ഈ ഒരു പഠനത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സബ്ജക്റ്റിവിറ്റിയാണ്. സബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പെർസെപ്ഷൻസിനെയും എക്സ്പീരിയൻസിനെയും മീനിങ് എന്ന് പറയുമ്പം ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ചിലർക്ക് സ്ട്രെസ് ആയിരിക്കാം, ചിലർക്ക് പീസ്ഫുൾ ആയിരിക്കാം, ചിലർക്കത് ലവ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മീനിങ്സിനെ ഇൻ്റർപ്രിട്ടേഷൻസിനെ ഹ്യൂമൻ ജോഗ്രഫി കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അടുത്തത് കോൺസെപ്റ്റ് ഓഫ് പ്ലേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സ്ഥലം മാത്രമല്ല, അതിനകത്ത് ഇമോഷൻസും സിമ്പിൾസും എങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടി ഹ്യൂമൻ ജോഗ്രഫിക്കകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് മീനിങ് ഫുള്ളാണ് അല്ലെ. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലം, അവിടെ കുറേ മരങ്ങളുണ്ട്, അവിടെ പ്ലാറ്റ്യൂ ഉണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്, വോൾക്കനോ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി ഫിസിക്കലാണ്. ഓക്കെ, അപ്പോൾ ആ ഫിസിക്കൽ അല്ലാതെ അവിടെയുള്ള വ്യക്തികൾ ആ സ്ഥലത്തെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതും ഹ്യൂമനിസ്റ്റ് ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. അപ്പം ലേ ആൻഡ് സാമുവൽസ് ആണ് ഈ പ്രധാനപ്പെട്ട 3 പ്രിൻസിപ്പിൾസ് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ആന്ത്രപ്പോസെൻട്രിസം, അതായത് ഹ്യൂമൻസിനെ സെൻറ്റർ ഓഫ് ദ സ്റ്റഡി ആക്കി മാറ്റുന്നു. സബ്ജക്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഓരോ വ്യക്തിയുടെയും പെർസെപ്ഷനെയും എക്സ്പീരിയൻസിനെയും മീനിങ്സിനെയും ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതും. ദെൻ അതുപോലെ തന്നെ ഓരോ പ്ലേസിനെയും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് മാത്രമല്ലാതെ അതിനകത്ത് കണക്ട് ചെയ്ത് കിടക്കുന്ന ഇമോഷൻസിനെയും സിമ്പിൾസിനെയും അതിനകത്തുള്ള അറ്റാച്ച്മെൻറ്റിനെയും കുറിച്ചൊക്കെ ഹ്യൂമനിസം പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ഒരു ജോഗ്രഫേഴ്സിൻ്റെ ഹ്യൂമൻ ജോഗ്രഫിക്കകത്തുള്ള ജനറൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റിനെ ഒരു 5 ബേസിക് തീംസ് ആയിട്ട് ഈഫു തുവാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നേച്ചർ ഓഫ് ജോഗ്രഫിക്കൽ നോളേജ് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ഹ്യൂമൻ സർവൈവൽ. രണ്ടാമത്തത്, ദ റോൾ ഓഫ് ടെർഷ്യറി ഇൻ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ദ ക്രിയേഷൻ ഓഫ് പ്ലേസ് ഐഡൻറ്റിറ്റീസ്. ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൗഡിംഗ് ആൻഡ് പ്രൈവസി. ദ റോൾ ഓഫ് നോളേജ് as a factors of influence on the livelihood, the influence of religion on human activities. ഇതൊക്കെയാണ് 5 പ്രധാനപ്പെട്ട ബേസിക് തീംസ്. ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ബേസിക് തീംസ് എന്ന് പറയുന്നത് ഈ 5 എണ്ണമാണ്. ഈഫു തുവാനാണ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം തീംസ് ഇൻ ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ 5 തീംസിൻ്റെയും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്താണ് ജോഗ്രഫിക്കൽ നോളേജ് അല്ലെങ്കിൽ പേഴ്സണൽ ജോഗ്രഫി എന്നതുകൊണ്ട് പേഴ്സണൽ ജോഗ്രഫി. ദാറ്റ് മീൻ ഇപ്പം ഓരോ വ്യക്തിയും അവൻ്റെ ചുറ്റുപാടിനെ എങ്ങനെയാണ്
ഫീൽ ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പേഴ്സണൽ ജോഗ്രഫി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഓരോ വ്യക്തിക്കും അവൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് യുണീക്കാണ്. ഓക്കെ, അപ്പം അത് ഓരോ വ്യക്തിയുടെയും ഈ ഒരു തിരിച്ചറിവിനെ ഷേപ്പ് ചെയ്യുന്നത് അവൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്, അവൻ്റെ കൾച്ചർ, ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ജോഗ്രഫിയെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ജോഗ്രഫിക്കൽ നോളേജ് ഓർ പേഴ്സണൽ ജോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ എ പേഴ്സൺ സീസ്, ഫീൽസ് ആൻഡ് എക്സ്പീരിയൻസ് ദ വേൾഡ് അറൗണ്ട് ദം എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ ചുറ്റുമുള്ളൊരു ലോകത്തെ അവൻ എങ്ങനെയാണ് അനുഭവിച്ചറിയുന്നത്, അവൻ എങ്ങനെയാണ് അതുമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നത് തുടങ്ങിയ കാര്യത്തെയാണ് പേഴ്സണൽ ജോഗ്രഫി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം എല്ലാ വ്യക്തികൾക്കും അവരുടെ ചുറ്റുപാടിനെ കുറിച്ച് ഒരു ജോഗ്രഫിക്കൽ നോളേജ് ഉണ്ട്. ഈ ജോഗ്രഫിക്കൽ നോളേജ് പേഴ്സൺ ടു പേഴ്സൺസ് വേരി ചെയ്യുമെന്നും ഇത് യഥാർത്ഥത്തിൽ ഒരു ബയോളജിക്കൽ സർവൈവലിനോ ഡിസിഷൻ മേക്കിങ്ങിനോ ഒക്കെ തന്നെ ഉപകാരപ്പെടുമെന്നും ഇത്തരത്തിൽ ഈച്ച് പേഴ്സൺ ഹാസ് ദെയർ ഓൺ ജോഗ്രഫി ഷേപ്പ്ഡ് ബൈ ലൈഫ് എക്സ്പീരിയൻസ്, കൾച്ചർ, ബാക്ക്ഗ്രൗണ്ട്, ഡെയിലി ആക്ടിവിറ്റീസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഓരോ വ്യക്തിക്കും അവൻ്റെതായിട്ടുള്ള അവൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ നോളേജ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പേഴ്സണൽ ജോഗ്രഫീസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമത്താണ് റോൾ ഓഫ് ടെറിട്ടറി ആൻഡ് ക്രിയേഷൻ ഓഫ് പ്ലേസ് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫിയിൽ പ്ലേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വളരെയധികം സെൻട്രൽ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ടെർഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിൻ്റെ ഒരു പോർഷനാണ്. ഓക്കെ, അത് ചിലപ്പം ഈ ടെർഷറി പേഴ്സണലായിരിക്കാം അല്ലെങ്കിൽ കളക്റ്റീവ് ആയിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്ന നമ്മുടെ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ടെർഷറിയാണ് അല്ലേ. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു അധികാരമാണ് അല്ലേ, ഒരു ബൗണ്ടറി അതിനകത്തുണ്ട്. നമ്മുടെ ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് സേഫ്റ്റിയാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് എന്ന് പറയുന്നത്. അപ്പം ഒരു നേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ടെറിട്ടറി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ടെറിട്ടറി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പോർഷൻ ഓഫ് സ്പേസ് ആണ്, അതിന് കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഉള്ള ആളുകൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അവരൊരു സേഫ്റ്റി ബൗണ്ടറി ഉള്ളത് കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിനെയാണ് ടെറിട്ടറി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സ്പേസ് എപ്പോഴൊക്കെയാണോ മീനിങ് ഫുൾ ആവുന്നത്, ഓക്കെ, അതിനകത്തൊരു ഫീലിങ്സ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്, അതിനെയാണ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം ടോപ്പോഫീലിയ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചതുപോലെ തന്നെ ഉള്ളൊരു ഒന്നാണ്. എങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഹോം ഇതിനോട് ഇപ്പം പ്രത്യേകിച്ചൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫുട്ബോളൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ അതിൻ്റെ ഹോം ഗ്രൗണ്ടിൽ കൊച്ചിയിൽ നടക്കുന്ന സമയത്തുള്ളൊരു വികാരം വേറെയാണ്. ഓക്കെ, അതാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് നമ്മുടെ സ്ഥലത്തോടുള്ള, അല്ലെങ്കിൽ കേരളം എന്ന് കേൾക്കുമ്പോൾ നമുക്കുള്ളൊരു അഭിമാനം, ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമുക്കുള്ളൊരു അഭിമാനം. ഈ അഭിമാനം എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തിന് ഒരു മീനിങ് ആൻഡ് ഫീലിംഗ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം സ്പേസ് ഫില്ലഡ് വിത്ത് മീനിങ് ആൻഡ് ഫീലിംഗ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടെറിട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെറിട്ടറി എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു കൺട്രോളും പവറുമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പക്ഷെ പ്ലേസ് എന്ന് പറയുമ്പം മീനിങ്ങും ഒരു അറ്റാച്ച്മെൻറ്റുമാണ് വരുന്നത്. ഓക്കെ, അപ്പം ടെർഷറിക്കും പ്ലേസിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റീസ് ഉണ്ട്. മനുഷ്യനിൽ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനടുത്തത് ക്രൗഡിങ് ആൻഡ് പ്രൈവസിയാണ്. ക്രൗഡിങ് ആൻഡ് പ്രൈവസി എന്ന് പറയുമ്പം അത് ഒരു ക്രൗഡിങ് പ്രൈവസി എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമ്പർ മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമല്ല. ഓക്കെ, അതൊരു ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ സൈക്കോളജിക്കൽ ഫീലിംഗ് ഓഫ് എ സ്പേഷ്യൽ സ്ട്രെസ് എന്നുള്ളതാണ് ക്രൗഡിങ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഒരു ഡെൻസിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമല്ല ക്രൗഡിങ്. കുറേ ആളുകൾ നിൽക്കുന്നു, അവിടെ ഡെൻസിറ്റി കൂടുതലാണ്, സോ അതാണ് ക്രൗഡിങ്. അങ്ങനെയല്ല, അത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫീലിംഗ് ആണ് വരുന്നത്. ദെൻ പ്രൈവസി എന്ന് പറയുമ്പം നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സെൻസ് ഓഫ് ഫ്രീഡം ആൻഡ് ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, സെൻസ് ഓഫ് ഫ്രീഡം, ഐഡൻറ്റിറ്റി ആൻഡ് സെക്യൂരിറ്റിയാണ് പ്രൈവസി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും എസെൻഷ്യലാണ് അവൻ്റെ പ്രൈവസിയെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ സെൽഫ് കോൺഷ്യസിനെ കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇൻ പ്രൈവറ്റ് സ്പേസ് ഇൻഡിവിജ്വൽസ് ബിൽഡ് ദെയർ ഓൺ ഇന്നർ വേൾഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓരോ വ്യക്തിയുടെയും തോട്ടിനെയും അവൻ്റെ ആക്ഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കെൽപ്പുള്ളതാണ് അവൻ്റെ പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം ക്രൗഡിങ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു സ്ട്രെസ്സിനെയാണ് ക്രൗഡിങ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈവസി എന്ന് പറയുന്ന സമയത്ത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ സെൻസ് ഓഫ് ഫ്രീഡം ആൻഡ് ഐഡൻറ്റിറ്റിയാണ്.
ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് സ്പേസിലാണ് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ളൊരു ഇന്നർ വേൾഡ് ഉണ്ടാവും. ഓക്കെ, നമ്മളുമായിട്ട് കണക്ട് ചെയ്താൽ തന്നെ മതി. നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മുടെ തോട്ട്സിനെയും ആക്ഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കെൽപ്പുള്ളതാണ് എന്നുള്ളതാണ്. ദെൻ അടുത്തത് റോൾ ഓഫ് ജോഗ്രഫിക്കൽ നോളേജ് ഇൻ ഡിറ്റർമൈനിങ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. അതായത് ജോഗ്രഫിക്കൽ നോളേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻസ് അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പം ഓരോ വ്യക്തിക്കും അവരുടെ ലൈഫ് സസ്റ്റൈൻ ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനുമുള്ള ഒരു സ്പേസിനെ കുറിച്ച് അവർക്ക് നോളേജ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഡിസ്റ്റിങ്ക്വിഷിംഗ് ബിറ്റ്വീൻ ലൈഫ് സസ്റ്റൈനിങ് ആൻഡ് ലൈഫ് ഡിസ്ട്രോയിങ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്പേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്പേസിനെ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിക്കും അവരുടെ ലൈഫ് സർവൈവലിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യണമെന്നും ലൈഫ് ഡിസ്ട്രോയിങ് ആക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഈഫു തുവാൻ്റെ 5 പ്രധാനപ്പെട്ട തീംസ് ആണ്. ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫിക്കകത്ത് തീംസ് ആണ്. അതിൽ ഒന്നാമത്തെ തീം എന്ന് പറയുന്നത് പേഴ്സണൽ ജോഗ്രഫിയാണ്. പേഴ്സണൽ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ചുറ്റുപാടിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. ദെൻ രണ്ടാമത്തത് ടെർഷ്യറി ആൻഡ് പ്ലേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ടെർഷ്യറി ആൻഡ് ക്രിയേഷൻ ഓഫ് പ്ലേസ് ഐഡൻറ്റിറ്റീസ്. അപ്പോൾ ടെർഷ്യറി എന്ന് പറയുന്ന സമയത്ത് ഒരു കൺട്രോളും പവറും സൂചിപ്പിക്കുന്നു. പ്ലേസ് എന്ന് പറയുമ്പം കുറച്ചുകൂടെ മീനിങ് ഫുൾ ആൻഡ് അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്. ദെൻ ക്രൗഡിങ് ആൻഡ് പ്രൈവസി എന്ന് പറയുമ്പം ക്രൗഡിങ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ് ആണ്. പ്രൈവസി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പേഴ്സണലായിട്ടുള്ളൊരു സ്പേസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ജോഗ്രഫിക്കൽ നോളേജ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയെ, നമ്മുടെ സർവൈവിങ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അടുത്തൊരു കോൺസെപ്റ്റാണ് ദ ഇമ്പാക്റ്റ് ഓഫ് റിലീജിയൻ. അപ്പോൾ അഞ്ചാമത്തെ ഒന്നാണ് ഇമ്പാക്റ്റ് ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ റിലീജിയൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് നമ്മുടെ വാല്യൂസും ബിലീഫ്സും അതുപോലെ തന്നെ എത്തിക്സും ഒക്കെ ബൈൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് റിലീജിയൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് റിഫ്ലക്ട്സ് എ ഹ്യൂമൻ ഡിസയർ ഫോർ കൊഹറൻസ് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ കൊഹറൻസിനുള്ള ഒരു താല്പര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കൊഹറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ലോജിക്കൽ ആൻഡ് കൺസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിനും അവരുടെ സറൗണ്ടിങ്സിനും ഒരു സെൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ദെൻ വേരിയേഷൻസ് ഇൻ റിലീജിയസ് എക്സ്പീരിയൻസ് അക്രോസ് ഇൻഡിവിജ്വൽസ് ആൻഡ് കൾച്ചേഴ്സ് ഓഫർ വാല്യുബിൾ ഇൻസൈറ്റ് ഫോർ ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഇൻഡിവിജ്വൽസിൻ്റെ കൾച്ചറും ഒക്കെ തന്നെ ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫിക്കകത്ത് വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇൻസൈറ്റ് നൽകുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മൾ ഈഫു തുവാൻ്റെ 5 പ്രധാനപ്പെട്ട തീംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് ഹ്യൂമൻ എക്സ്പീരിയൻസിനെയും പെർസെപ്ഷൻസിനെയും ആക്ഷൻസിനെയും ജോഗ്രഫിയുടെ ഹൃദയഭാഗത്ത് തന്നെ പ്ലേസ് ചെയ്യുന്നതിന് ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഹ്യൂമൻ ഡൈമെൻഷൻ ഇഗ്നോർ ചെയ്തതിന് പോസിറ്റിവിസത്തെ ക്രിട്ടിസൈസ് ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ ഒരു സ്ട്രെങ്ത്താണ്. ദെൻ എംഫസൈസ് ദാറ്റ് ഹ്യൂമൻ ബീങ് ആർ ലിവിങ് തിങ്കിങ് ആക്ടിങ് ഏജൻറ്റ്സ് ഹു ക്രിയേറ്റ് മീനിങ് ത്രൂ ദെയർ ഇൻട്രാക്ഷൻ വിത്ത് പ്ലേസസ് എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരവരുടെ പ്ലേസുകൾക്കൊരു മീനിങ് കൊടുക്കുന്നതായിട്ടുള്ള വ്യക്തികളാണ് എന്ന് ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇപ്പം പ്ലേസിൻ്റെ ഒരു പ്ലേസ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഫോക്കസും ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫിക്കകത്ത് നൽകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്രിറ്റിസിസംസ് നോക്കാം. വളരെയധികം സബ്ജക്റ്റീവാണിത്. ദെൻ പേഴ്സണൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പം ലാക്ക് സയൻറ്റിഫിക് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു സബ്ജക്റ്റിന് അതിൻ്റെ ആധികാരികത കിട്ടുന്നത് അതൊരു ശാസ്ത്രീയമായിട്ട് മാറുമ്പോഴാണ് എന്നുള്ളതാണ്.
ദെൻ ഇത് ടെസ്റ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഓരോ കാര്യങ്ങളും മാറുന്നത് കൊണ്ട് ഇതിനെ ടെസ്റ്റ് ചെയ്യാനോ മെഷർ ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈസിലി ജനറലൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ദെൻ അതുപോലെ തന്നെ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാറുണ്ട്. ദെൻ ഒരു മെത്തഡോളജിക്കലി വീക്ക് ആൻഡ് ഇംപ്രഷനിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഇംപ്രഷനിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഫീലിങ്സിനെയും പെർസെപ്ഷൻസുമാണ് ഈ ഒരു മേഖലയെ ഗൈഡ് ചെയ്യുന്നത്. അതൊരു സ്ട്രിക്റ്റ് ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇംപ്രഷനിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡഡ് ബൈ ഫീലിങ്സ് ആൻഡ് പെർസെപ്ഷൻസ് ആണ്, നോട്ട് എ സ്ട്രിക്റ്റ് ഡാറ്റ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അത് ഇതിൻ്റെ വലിയൊരു പോരായ്മയായിട്ട് മാറുന്നുണ്ട്. നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രെഡിക്ഷൻ ആൻഡ് മോഡലിംഗ്. ഒരിക്കലും പ്രെഡിക്ഷനോ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനോ മോഡൽ ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ദെൻ അതുപോലെ തന്നെ ലിമിറ്റഡ് പ്രാക്ടിക്കൽ പോളിസി ആപ്ലിക്കേഷനാണ്. അപ്പോൾ പ്രാക്ടിക്കാലിറ്റി വളരെ കുറവാണ്. ദെൻ അതുപോലെ തന്നെ ലെസ് ഒബ്ജക്റ്റീവ് ആൻഡ് റിഗറസ് ദാൻ പോസിറ്റിവിസ്റ്റ് അപ്രോച്ചസ് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയാണ്. അപ്പം ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഹ്യൂമൻസിനെ ജോഗ്രഫിക്കൽ സ്റ്റഡിയുടെ സെൻറ്ററിൽ കൊണ്ട് നിർത്തുകയും അവൻ്റെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഇൻറ്റൻഷൻസിനെയും ഒക്കെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ വാല്യൂ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫിക്കകത്ത് പല തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസിനും ഡെവലപ്മെൻറ്റിനും കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാഴ്ചപ്പാടാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ആളുകൾ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ ലേണിംഗ്.